സ്വിഗ്ഗി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ജീവിതം വളരെ കഷ്ടാട്ടോ. ആ മിനിറ്റിൽ നമ്മൾ അവിടെ എത്തണം. അതിന് കയ്യിൽ പ്രാണൻ കയ്യിൽ പിടിച്ചോണ്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. ഇപ്പം പോകുമ്പോൾ ഈ ആര്യ രാജേന്ദ്രനാണ് ഓർഡർ ചെയ്തേക്കണേ നമുക്കറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടാൽ ഉടനെ ക്യാമറ നോക്കി ഇവർ പറയും എന്നെ ഉപദ്രവിക്കാനായിട്ട് സ്വിഗ്ഗിയായിട്ട് വന്നു. ഇല്ല, ഇവരുടെ സ്വഭാവത്തിന് ഷീൽ ഗോ ടു ദാറ്റ് എക്സ്റ്റെൻഡ് ഓൾസോ. ഷീ സോ ഇമ്മച്ചുവർ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തു. എന്ത് നേടി? ഇന്ന് ഇവർ തന്നെ ലേബർ ലോവിനെതിരായിട്ട് സമരം ചെയ്യുന്നു. അദ്ദേഹം ഒരു വർക്കറായിരുന്നില്ലേ? അപ്പം ഇതിൽ തന്നെ എന്തൊരു പിടുത്തക്കേടാണ് ഉള്ളത്. ലേബർ എന്ന് പറയാൻ കേരളത്തിൽ ഇവിടെ എവിടെയാണ് വ്യവസായം പ്രിയൻ? എന്തെങ്കിലും വ്യവസായം ഇവിടെ ഉണ്ടോ? എന്തുമാത്രം വ്യവസായങ്ങൾ. എൻ്റെ അച്ഛൻ തന്നെ 70ഓളം തൊഴിലാളി യൂണിയനുകളുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നതാണ്. ആ യൂണിയനുകളൊക്കെ ഇപ്പോൾ എവിടെ, ആ തൊഴിലിടങ്ങളിൽ എന്താണ് നടക്കുന്നത്? പ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രൊഡക്ഷൻ ഇപ്പോൾ FACT ഒക്കെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ കൈത്താങ്ങോടുകൂടിയാണ് നിലനിന്ന് പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് അവകാശം ഇങ്ങനൊരു സ്ട്രൈക്ക് നടത്താൻ? നമ്മളുടെ ഒന്ന് വ്യതിചലിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മുന്നണിയിലെ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് പറഞ്ഞ് ഇവിടെയും എന്താണ് ലേബർ ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവിടെ ലേബറേഴ്സ് ഉണ്ടോ പ്രിയൻ? ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതിഥികൾ മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അതിഥികൾ മാത്രമല്ലേ ഉള്ളൂ. എവിടെയാണ് ലേബറേഴ്സ് ഉള്ളത്? ഇവിടെ ഒരു സ്ഥലത്തും ലേബറേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു ലേബർ ഇതെന്ന് പറഞ്ഞ് നമ്മളൊരു സമരം ചെയ്യുന്നു.